ക്ലാസിന്റെ മറ്റൊരു മാത്സ് വീഡിയോ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആന്തരസഹകോൺ അല്ലെങ്കിൽ കോ ഇന്റീരിയർ ആംഗിളും അതുപോലെ ബാഹ്യസഹകോൺ അഥവാ കോ എക്സ്റ്റീരിയർ ആംഗിളുമാണ്. രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ സമാന്തര വരകൾക്ക് അകത്ത് ഒരേ ദിശയിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരേ സൈഡിൽ ഉണ്ടാകുന്ന കോണുകളെ വിളിക്കുന്ന പേരാണ് ആന്തരസഹകോൺ. അപ്പൊ നമുക്ക് ഒരു ആന്തരസഹകോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പരിചയപ്പെടാം. നമുക്ക് ആദ്യമായിട്ടൊരു ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ചിത്രത്തില് എ ബിയും സി ഡിയും സമാന്തര വരകളാണ്. ഈ സമാന്തര വരയെ കണ്ണിച്ചു പോകുന്ന ഇ എഫ് എന്ന് പറയുന്ന ഒരു വര കാണാൻ പറ്റും. ഈ എ ബിയിൽ ഇ എഫ് കണ്ണിക്കുമ്പോൾ ഉണ്ടാകുന്ന പോയിന്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് എമ്മും എന്നും. അപ്പൊ നമുക്കിവിടെ ഏതൊക്കെയാണ് ആന്തരസഹകോൺ എന്ന് നോക്കാം. ആദ്യമായിട്ട് സമാന്തര വരകൾക്ക് അകത്തായിരിക്കും ആന്തരസഹകോൺ വരുന്നത്. അതേപോലെ ഒരേ ദിശയായിരിക്കും, ഒരേ സൈഡ് ആയിരിക്കും. അപ്പോ നമുക്ക് നോക്കാം. ആദ്യം സമാന്തര വരയ്ക്ക് അകത്തുള്ളത് 4 കോൺ. ഇവിടെ കാണുന്ന സി എൻ എമ്മും ഉണ്ട്, ഡി എൻ എമ്മും 2 കോണാണ്. അതുപോലെ എ എം എന്നും ഉണ്ട്, ബി എം എന്നും ഉണ്ട്. അത് 4 കോണുകൾ സമാന്തര വരയ്ക്ക് അകത്തുണ്ട്. 4 കോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രത്തില് 2 ജോഡി ആന്തരസഹകോൺ ഉണ്ടെന്ന് പറയാൻ പറ്റും. 2 സൈഡിലായിട്ട്, 2 ദിശയിലായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം എ എം എന്ന് പറയുന്ന കോൺ എടുക്കുകയാണെങ്കിൽ, ആംഗിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ആന്തരസഹകോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അതേ സൈഡിൽ വരുന്നത് സി എൻ എം ആയിരിക്കും അതിന്റെ ആന്തരസഹകോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. സമാന്തര വരയ്ക്ക് അകത്താണ്. ഇ എഫ് എന്ന് പറയുന്ന ഖണ്ഡിക്കുന്ന വരയുടെ ഇന്റർസെക്റ്റിംഗ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡാണ്. അതുപോലെ തന്നെ അപ്പോ അത് ഒന്നാമത്തെ ജോഡിയായിരുന്നു. ആ കോണിന്റെ പേര് കോൺ എ എം എന്നും കോൺ സി എൻ എം. അതാണ് ഒന്നാമത്തെ ജോഡി എന്ന് പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ സമാന്തര വരയുടെ ഇ എഫ് എന്ന് പറയുന്ന കണ്ണിക്കുന്ന അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ലൈനിന്റെ റൈറ്റ് സൈഡ് 2 ആംഗിളുകൾ കോണുകൾ കാണാൻ പറ്റും സമാന്തര വരയ്ക്കകത്തായിട്ട്. ഇതാ ബി എം എന്നും അതുപോലെ ഡി എൻ എം ആണ്. കോൺ ബി എം എന്നും കോൺ ഡി എൻ എം 2 ജോഡികൾ, 2 കോണുകൾ വീതമുള്ള 2 ജോഡികൾ കിട്ടും. ഈ ആന്തരസഹകോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ജോഡി കോണുകളുടെയും തുക എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഓരോ ജോഡി കോണുകളുടെയും തുക 180 ആയിരിക്കും. അപ്പോ എ എം എന്നും സി എൻ എമ്മും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അനുപൂരകം അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾ എന്ന് വിളിക്കും. അപ്പോ ഈ 2 കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. അതുപോലെ ഈ 2 കോണുകളുടെയും തുക അല്ലെങ്കിൽ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് 180 കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും പറയാം, ഇവിടെ കാണുന്ന ആന്തരസഹകോണുകളുടെ ഒരു ജോഡി എടുത്തു കഴിഞ്ഞാൽ അവയുടെ തുക എന്ന് പറഞ്ഞാൽ 180 കിട്ടും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ബാഹ്യസഹകോണാണ്. അപ്പൊ ബാഹ്യസഹകോൺ എന്ന് പറഞ്ഞാൽ ആന്തരസഹകോണിന്റെ നേരെ വിപരീതമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സമാന്തര വരകൾക്ക് അകത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വരുന്നത് സമാന്തര വരയുടെ പുറത്തായിരിക്കും. സമാന്തര വരകളുടെ പുറത്തായിരിക്കും. പക്ഷേ അതേ പറഞ്ഞതുപോലെ തന്നെ ഒരേ ദിശ തന്നെയായിരിക്കും. അതായിരിക്കും സമാന്തര വരയുടെ പുറത്ത്, പാരലൈൻസിന്റെ പുറത്ത് ഒരേ സൈഡിൽ അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരേ ദിശയിൽ കാണുന്ന കോണുകളെ വിളിക്കുന്ന പേരാണ് ബാഹ്യസഹകോൺ. ഇവിടെ ചിത്രത്തിൽ നമ്മൾ 4 കോണുകൾ സമാന്തര വരയ്ക്ക് പുറത്ത് കാണാൻ പറ്റും. അതേപോലെ എ എം ഇയും ബി എം ഇയും 2 കോണുകളായി, സി എൻ എഫും എഫ് എൻ ഡിയും അങ്ങനെ 2 കോണുകൾ. മൊത്തത്തിൽ 4 കോണുകൾ സമാന്തര വരയ്ക്ക് പുറത്ത് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബാഹ്യസഹകോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 ജോഡി കാണും. 2 എണ്ണം വീതമുള്ള 2 ജോഡികൾ. അപ്പൊ ഇവിടെയുള്ള ബാഹ്യസഹകോണുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യമായിട്ട് എ എം ഇ എന്ന് പറയുന്ന സമാന്തര വരയുടെ പുറത്തുള്ള കോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബാഹ്യസഹകോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ വരുന്ന ജോഡി എന്ന് പറഞ്ഞാൽ സി എൻ എഫ് ആയിരിക്കും. നോക്കിയ സമാന്തര വരയുടെ പുറത്താണ്. 2ഉം ഇ എഫിന്റെ ഇടതുവശത്താണ്. സമാന്തരയുടെ പുറത്താണ്. അതുപോലെ തന്നെ ഇ എഫ് എന്ന വരയുടെ ലെഫ്റ്റ് സൈഡാണ്, ഇടതുവശത്താണ്. അപ്പോ ഇവിടുത്തെ കോണുള്ള പേര് കോൺ എ എം ഇയും കോൺ സി എൻ എഫും ഒന്നാമത്തെ ജോഡിയായി. അതുപോലെ തന്നെ ഈ കോൺ എടുക്കുകയാണെങ്കിൽ ബാഹ്യസഹകോൺ അല്ലെങ്കിൽ കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡി എൻ എഫ് ആയിരിക്കും. നോക്കിയേ,
ഇ എഫിന്റെ വലതുവശത്താണ്, സമാന്തരയുടെ പുറത്താണ്. അപ്പൊ കോണിന്റെ പേര് എന്ന് പറഞ്ഞാൽ കോൺ ഇ എം ബിയും കോൺ ഡി എൻ എഫും ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആന്തരസഹകോണിന്റെ ജോഡികളുടെ തുക എന്ന് പറഞ്ഞാൽ 180 ആണ്, 180 ആണ്. അതുപോലെ തന്നെ ബാഹ്യ സഹകോൺ അല്ലെങ്കിൽ കോ എക്സ്റ്റീരിയർ ആംഗിളുടെയും സം ആംഗിളുകളുടെയും പെയറിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. കോ എക്സ്റ്റീരിയർ ആംഗിളുടെയും ആംഗിൾസിന്റെ പെയറുകളുടെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോ രണ്ടും 180 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾ ആണ്. അടുത്തൊരു ചോദ്യം കൂടി പരിശോധിക്കാം. ചിത്രത്തിലെ ആന്തര സഹകോണങ്ങളുടെയും ബാഹ്യ സഹകോണങ്ങളുടെയും ജോഡികൾ കണ്ടുപിടിച്ച് പേരുകളും അളവുകളും ചുവടെ എഴുതുക. ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് കോ ഇന്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആൻഡ് റൈറ്റ് ഡൗൺ their names and measures. അപ്പോൾ ചോദ്യം കണ്ടു കാണും. ചിത്രത്തിലുള്ള രൂപത്തിന്റെ ആന്തര സഹകോണം ബാഹ്യ സഹകോണം കോ ഇന്റീരിയർ ആംഗിളും കോ എക്സ്റ്റീരിയർ ആംഗിളും കണ്ടുപിടിച്ച് അതിന്റെ അളവുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിലുള്ള ആന്തര സഹകോണം ആദ്യം നോക്കാം. അപ്പൊ നമുക്കറിയാം ഇവിടെ എ ബി എന്ന് പറയുന്നതും പി ക്യു എന്ന് പറയുന്നതും സമാന്തര വരകളാണ്. അപ്പൊ ഈ സമാന്തര വരകൾക്ക് അകത്തായിരിക്കും ആന്തര സഹകോണം എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഒരു കോണിന്റെ അളവ് കൊടുത്തിട്ടുണ്ട്, കോൺ എ സി ആർ ആണ്. അപ്പൊ എ സി ആറിന്റെ അളവ് 60 ഡിഗ്രി എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിയുള്ള എല്ലാ കോണും കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് എ സി ആറിന്റെ സഹകോൺ ആന്തര സഹകോൺ നോക്കാം. ഇതായിരിക്കും, ഏതാണ്? പി ആർ സി. നോക്കുക, രണ്ടും സമാന്തര വരയ്ക്ക് അകത്താണ്, രണ്ടും ഒരേ വശത്താണ്. അപ്പോ ആംഗിൾ എ സി ആറും ആംഗിൾ പി ആർ സിയും ആന്തര സഹകോണിൽ ഉൾപ്പെടുന്നു. ആംഗിൾ എ സി ആറും അതുപോലെ ആംഗിൾ പി ആർ സിയും ആന്തര സഹകോണിൽ ഉൾപ്പെടുന്ന ഒരു ജോഡിയാണ്. ഇനി എ സി ആർ 60 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന പി ആർ സി കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം രണ്ടിന്റെ കൂടെ തുക എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ പി സി ആർ എന്ന് പറഞ്ഞാൽ 180 നിന്ന് 60 കുറച്ചിട്ടുള്ള 120 ഡിഗ്രി ആയിരിക്കും. അപ്പോ പി സി ആറിന്റെ അളവ് കിട്ടി 120 ഡിഗ്രി. അപ്പൊ ഒന്നാമത്തെ ജോഡി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് രണ്ടാമത്തെ ആന്തര സഹകോൺ ക്യു ആർ സിയും അതിന്റെ കൂടെ വരുന്നത് ബി സി ആർ, കോൺ ബി സി ആർ. അപ്പോ കോൺ ക്യു ആർ സിയും അതുപോലെ കോൺ ബി സി ആറുമാണ് അടുത്ത ആന്തര സഹകോൺ. ഇനി കോൺ ക്യു ആർ സി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആയിരിക്കും. കാരണം നമുക്ക് പറയാൻ പറ്റും മറുകോണാണ്. കോൺ എ സി ആറിന്റെ മറുകോൺ ആംഗിൾ ക്യു ആർ സി എന്ന് പറഞ്ഞാൽ. അപ്പോ ക്യു ആർ സി നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി സി ആർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം രണ്ടിന്റെ കൂടെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതില് ക്യു ആർ സിന്റെ അളവായിട്ടുള്ള 60 ഡിഗ്രി കുറച്ചാൽ ബാക്കി ബി സി ആർ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. ബി സി ആർ ആംഗിൾ ബി സി ആർ 120 ആണ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പൊ കോ ഇന്റീരിയർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കോ എക്സ്റ്റീരിയർ കണ്ടുപിടിക്കണം. കോ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ സമാന്തരവരുടെ പുറത്തുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ കാണുന്ന ക്യു ആർ വൈ എടുക്കാം. അപ്പോ ആംഗിൾ ക്യു ആർ വൈ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാഹ്യ സഹകോണിൽ വരുന്നതാണ് ആംഗിൾ എക്സ് സി ബി. ആംഗിൾ എക്സ് സി ബി രണ്ടും സമാന്തരവരുടെ പുറത്താണ്. ഇനി ക്യു ആർ വൈ എന്ന് പറഞ്ഞാല് 120 ഡിഗ്രി ആയിരിക്കും. റീസൺ എന്ന് പറഞ്ഞാല് ബി സി ആർ എന്ന് പറയുന്ന ആംഗിളിന്റെ സമാന കോണം, ബി സി ആറിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണം ക്യു ആർ വൈ. അതുകൊണ്ട് ക്യു ആർ വൈ 120 ആയിരിക്കും. ക്യു ആർ വൈ 120 ആണെങ്കിൽ ആംഗിൾ എക്സ് സി ബി എന്ന് പറഞ്ഞാല് 60 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞപ്പോ എക്സ് സി ബി 60 ഡിഗ്രി, ക്യു ആർ വൈ 120 ഡിഗ്രി. ഇനി അടുത്തൊരു പെയർ കൂടി നോക്കാം. ഇനി ഒരു പെയർ കൂടി കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോ കോ എക്സ്റ്റീരിയറിൽ അടുത്തൊരു പേരാണ് പി ആർ വൈ. ആംഗിൾ പി ആർ വൈയും അതുപോലെ തന്നെ ആംഗിൾ എ സി എക്സും. ആംഗിൾ എ സി എക്സും. അപ്പൊ ശ്രദ്ധിക്കുക, ആംഗിൾ പി ആർ വൈ എന്ന് പറഞ്ഞാല് 60 ഡിഗ്രി ആയിരിക്കും. റീസൺ എന്ന് പറഞ്ഞാല് സമാന കോണാണ്. ഏത് കോണിന്റെ? ഇവിടെ പറഞ്ഞ ആംഗിൾ എ സി ആറിന്റെ സമാന കോണാണ്. ആംഗിൾ എ സി ആറിന്റെ
കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ പി ആർ വൈ 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ പി ആർ വൈ 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ സി എക്സ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. കാരണം നമുക്ക് രണ്ടോട് കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പോ ഇവിടെ നിന്നാണ് അന്യയുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ സി എക്സ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോ സമം 180 കിട്ടുന്നു. അപ്പോ ഈ ചിത്രത്തിലെ എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ. കോണുകളും കിട്ടി, അതുപോലെ അളവുകളും കിട്ടിക്കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ കാണുന്ന എക്സ് വൈ എന്ന് പറയുന്ന വരയില് പി ആർ എന്ന് പറയുന്ന വര ഖണ്ഡിച്ചപ്പോൾ അവിടെ രണ്ട് കോണുകൾ ഉണ്ടായി, പി ആർ സിയും അതുപോലെ പി ആർ വൈ. അപ്പോ അടുത്തടുത്ത് വരുന്ന ഈ രണ്ട് കോണുകളുടെ തുകയും 180 ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ അടുത്തടുത്ത് വരുന്ന കോണുകളുടെ തുക 180 ആണ്. അപ്പൊ അതാണ് ഒരു വരയെ മറ്റൊരു വരയെ കണ്ടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക 180 ആണ്. അതേപോലെ ഇവിടെ നോക്കാം, എക്സ് വൈയെ എ സി കണ്ടിച്ചപ്പോൾ രണ്ട് കോണുകളുണ്ടായി, എ സി എക്സും അതുപോലെ എ സി ആറും. രണ്ട് ആംഗിളിന്റെയും കൂടെ തുക എന്ന് പറഞ്ഞാൽ അവിടെ 180 ഡിഗ്രിയാണ് അല്ലെ. അതുപോലെ തന്നെ എക്സ് വൈനെ ബി സി ഇന്റർസെക്ട് ചെയ്തപ്പോൾ അവിടെ എക്സ് സി ബി എന്നും ബി സി ആർ എന്നും പറയുന്ന രണ്ട് ആംഗിൾ ഉണ്ടായി. ആ രണ്ട് ആംഗിളിന്റെയും സമം എന്ന് പറഞ്ഞാൽ 180 തന്നെയാണ്. അതുപോലെ എക്സ് വൈയെ ക്യു ആർ എന്ന് പറയുന്ന ഇന്റർസെക്റ്റിംഗ് ലൈൻ കട്ട് ചെയ്തപ്പോൾ കണ്ണിച്ചപ്പോൾ രണ്ട് ആംഗിൾ ഉണ്ടായി. ആംഗിൾ വൈ ആർ ക്യൂവും ആംഗിൾ ക്യു ആർ സി, ഈ രണ്ട് ആംഗിൾ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. അപ്പോ ഇതിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടി, ഒരു വരയെ മറ്റൊരു വര ഖണ്ഡിക്കുമ്പോൾ അവിടെ രണ്ട് കോണുകൾ ഉണ്ടാകുന്നെങ്കിൽ ആ രണ്ട് കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഒരു വരയെ മറ്റൊരു വര ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന അടുത്തടുത്ത രണ്ട് കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. അടുത്തടുത്ത രണ്ട് കോണുകളുടെ തുക 180 ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾസിന്റെ സമം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അടുത്തൊരു ചോദ്യം കൂടി ശ്രദ്ധിക്കാം. ഫൈൻഡ് ഔട്ട് ദി പെയർസ് ഓഫ് parallel lines in the figure below. അപ്പോൾ ചോദ്യം എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ചോദ്യത്തിൽ നൽകിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ നിന്ന് സമാന്തരമായിട്ടുള്ള വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചൊരു കാര്യമുണ്ട്, ഒരു വരയെ അല്ലെങ്കിൽ ഒരു സമാന്തര വരയിൽ മറ്റൊരു വര ഖണ്ഡിക്കുമ്പോൾ മുറിച്ചു കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അടുത്തടുത്ത രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നൽകിയിട്ടുള്ള ബാക്കിയുള്ള അളവുകൾ കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇവിടെ നോക്കാം, ഈ കാണുന്ന ഒരു വരയിൽ ഓരോ വരകൾ എ ബി അതുപോലെ സി ഡി ഇ എഫ് ജി എച്ച് എ എൽ എം എൻ എന്നിങ്ങനെ വരകൾ മുറിച്ചിട്ടുണ്ട്. അപ്പോ മുറിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കോൺ മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ രണ്ടാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഇവിടെ നമുക്ക് നോക്കാം, ആദ്യം നൽകിയിട്ടുള്ള കോൺ എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 110 പ്ലസ് 70 ആണ് 180 എന്ന് പറഞ്ഞു. അപ്പോ ഇവിടുത്തെ കോൺ ബി എ സി 110 ആണ്. അതുപോലെ ബി എ സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ഇടത് സൈഡിലുള്ള കോൺ എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഡി സി ഇ കൊടുത്തിട്ടുണ്ട് 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഡി സി എ ഈ കാണുന്ന കോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയായിരിക്കും? 180 നിന്ന് 80 കുറച്ചിട്ടുള്ള ബാലൻസ് ആയ 100 ഡിഗ്രി ആയിരിക്കും അവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ. അടുത്തത് എഫ് ഇ സി എന്ന് പറയുന്ന ആംഗിൾ നൽകിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന എന്താണ്, അതൊരു 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പൊ ആ സിമ്പിൾ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് 90 ഡിഗ്രി ആംഗിൾ. അപ്പോ 90 ഡിഗ്രി ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തൊട്ടിപ്പുറത്ത് കാണുന്ന എഫ് ഇ ജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതും 90 ആയിരിക്കും. എന്നാൽ മാത്രമേ 180 കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എച്ച് ജി ഇ എന്ന് പറഞ്ഞാല് 70 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് കാണുന്ന എച്ച് ജി കെ എന്ന് പറഞ്ഞാല് 110 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 110 പ്ലസ് 70 ആണ് 180. ഓക്കെ. അതുപോലെ തന്നെ എൽ കെ എം എന്ന് പറഞ്ഞാല് 90 ആണ്. ഈ സിമ്പിൾ കണ്ടല്ലോ 90 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൽ കെ ജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 തന്നെയായിരിക്കും. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുന്നുണ്ട്. ഇനി എൻ എം കെ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് കാണുന്ന കോൺ എത്രയായിരിക്കും? അത് 80 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഈ ചിത്രത്തിലുള്ള അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള എല്ലാ കോണുകളുടെയും അളവുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. സമാന്തരങ്ങളായിട്ടുള്ള
ജോഡികൾ കണ്ടെത്താൻ അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള പെയർ കണ്ടെത്തുവാനാണ് ചോദ്യം നൽകിയിട്ടുള്ളത്. അപ്പൊ സമാന്തരങ്ങളായിട്ടുള്ള വരയുടെ പ്രത്യേകതകൾ നമ്മൾ ഏറെക്കുറെ പഠിച്ചു കഴിഞ്ഞു. സമാന്തര വരകളുടെ പ്രത്യേകത നമ്മൾ പഠിച്ചായിരുന്നു. രണ്ട് സമാന്തര വരയും മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ അവിടെ ഒരേ സ്ഥാനങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് പഠിച്ചു. അപ്പോ ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിൽ നിന്നും സമാന്തരങ്ങളായിട്ടുള്ള വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് കണ്ടെത്തുവാനായിട്ട് ഒരേ മെഷർമെന്റിൽ വരുന്ന ആംഗിൾസ് നോക്കിയത്, ഒരു ലൈനിന്റെ ലെഫ്റ്റും റൈറ്റും ഒരേ മെഷർമെന്റിൽ ഒരേ പൊസിഷനിൽ ഒരേ മെഷർമെന്റ് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ് നോക്കിയത്, അല്ലെങ്കിൽ അതിന്റെ ആ ലൈൻസ് ഏതൊക്കെയാണ് നോക്കിയത്. നമുക്കത് നോക്കാം. എ ബി എന്ന് പറയുന്ന ലൈൻ, അവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രിയും അതുപോലെ 110 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ലൈനാണ് അവിടെ കാണുന്ന ജി എച്ച് എന്ന് പറഞ്ഞത്. അപ്പൊ ജി എച്ചും എ ബിയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. കാരണം രണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോൺ എന്ന് പറഞ്ഞാൽ സമാന കോണാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്ന ഒരു സമാന്തര വര അല്ലെങ്കിൽ പാരലൽ ലൈനാണ് സി ഡിയും അതുപോലെ തന്നെ എം എൻ. സി ഡിയും എം എൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. സി ഡിയിൽ ഉണ്ടാകുന്ന ആംഗിൾ 100 അതുപോലെ 80 ആണ്, അതുപോലെ എം എന്നിൽ ഉണ്ടാകുന്നത് 180 ആണ്. അപ്പൊ രണ്ടിടത്തെയും ആംഗിൾ സെയിം ആണ്, സമാന കോണാണ്. അപ്പൊ എന്ത് ചെയ്യും? അവിടെ സി ഡിയും എം എന്നും പാരലൽ ആയിരിക്കും. അപ്പൊ സി ഡിയും എം എന്നും പാരലൽ ആയി. ഇനി അവസാനമായിട്ട് ഒന്നുകൂടി ബാക്കിയുള്ളൂ. ഇ എഫ് എന്ന് പറയുന്ന ലൈൻ കണ്ടുകാണല്ലോ. അപ്പൊ അവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഇതാണ്. രണ്ടും ലെഫ്റ്റും റൈറ്റും 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ എൽ കെ അല്ലെങ്കിൽ കെ എല്ലിലും എന്താണ് 90 ഡിഗ്രി ആണ്, ലെഫ്റ്റും റൈറ്റും. അപ്പോ കെ എല്ലും ഇ എഫും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോ നമുക്ക് 3 ജോഡി വരകൾ സമാന്തരമാണെന്ന് കിട്ടി, അല്ലെങ്കിൽ 3 പെയർ ലൈൻസ് പാരലൽ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോ ഈ പറഞ്ഞ ലൈൻസ് ആണ്, ഈ പറഞ്ഞ ഭാഗമാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഈ പറഞ്ഞ ഭാഗമാണ്